ഈ കഥയുടെ പേര് ബെർലിൻ റെവല്യൂഷൻ. ഇത് IAS ചോദിച്ചൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ബെർലിൻ റെവല്യൂഷൻ എന്നൊരു കുട്ടിയോട് ചോദിച്ചു, ഒരു IAS കാൻഡിഡേറ്റാണ്. അപ്പോൾ അയാൾക്ക് ഇത് ഉത്തരം അറിയില്ലായിരുന്നു. പക്ഷെ അയാൾ ആലോചിച്ചപ്പോൾ ബെർലിൻ ഏതായാലും ജർമ്മനിയിലാണ്, റെവല്യൂഷൻ എന്ന് വെച്ചാൽ വിപ്ലവമാണല്ലോ, അപ്പോൾ ഇത് സായുധ വിപ്ലവമായിരിക്കും. അപ്പോൾ അയാൾ സെക്കൻഡ് വേൾഡ് വാറിൽ ജർമ്മനിയിൽ നടന്നൊരു സായുധ വിപ്ലവം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉത്തരം തെറ്റി. സംഭവം എന്താണെന്ന് വെച്ചാൽ ബെർലിൻ റെവല്യൂഷനേ അല്ല, അത് ചരിത്രപരമായിട്ടുള്ള ശാസ്ത്രീയ എഴുത്തിനെ പ്രതിപാദിക്കുന്ന തിയറീസാണ് ബെർലിൻ റെവല്യൂഷൻ. അതൊരു ലിയോപോൾ വോൺ റാങ്കെ എന്ന് പറഞ്ഞ ഒരാളാണ് കണ്ടെത്തിയത്. അയാൾ ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നിക്കാണ് ഈ ചരിത്ര പഠനത്തെ ശാസ്ത്രീയമാക്കുക എന്നുള്ളത്. അപ്പോൾ ചരിത്രം ശാസ്ത്രീയമാക്കാൻ വേണ്ടിയിട്ട് അതിന് തെളിവുകൾ ശേഖരിക്കുക, തെളിവുകൾ സത്യസന്ധമായ തെളിവാണെന്ന് പരിശോധിക്കുക, അതിൽ സബ്ജക്റ്റിവിറ്റി വരാതെ, സബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ പുകഴ്ത്തലൊന്നും വരാതിരിക്കുക, പിന്നെ നാടൻ പാട്ടുകൾ ഇതിനകത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ക്രിറ്റിസിസം ഉപയോഗിക്കണം. നമ്മൾ കണ്ടെത്തുന്ന രേഖകൾ ശരിക്കുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പല വിമർശനങ്ങളുണ്ട്. ക്രിറ്റിസിസം, അത് നെഗറ്റീവ് ക്രിറ്റിസിസം, പോസിറ്റീവ് ക്രിറ്റിസിസം, അങ്ങനെയുള്ള പല ടെക്നിക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് അതിൻ്റെ സാധുത കണ്ടെത്തുക. അങ്ങനെയുള്ള ആ സാങ്കേതികത്വം നിറഞ്ഞ ചരിത്ര രചന പ്രതിപാദിക്കുന്ന ഒരു വിപ്ലവകരമായ മാറ്റത്തിനാണ് ബെർലിൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്.